തിരുവനന്തപുരം സരസ്വതി വിദ്യാലയത്തിൽ ജാതി അധിക്ഷേപമെന്ന് പരാതി. സ്കൂളിലെ ആയ ജയശ്രീയാണ് പോലീസിൽ പരാതി നൽകിയത്. സ്കൂൾ ബസ് കോർഡിനേറ്റർ അഭിലാഷിനെതിരെയാണ് പരാതി. ശരീരത്തിലെ ദുർഗന്ധം കുട്ടികൾക്ക് അസഹനീയമാണെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു. തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായും ജയശ്രീയുടെ ആരോപണം. ആ പ്രതികരണത്തിലേക്ക്. റൂട്ടിൽ ഇതുപോലെ എന്നെ എടുക്കാൻ പറ്റില്ല, എന്നെ അവർക്ക് പറ്റുന്നില്ല, രക്ഷാകർത്താവിന് എന്നെ പറ്റുന്നില്ല, ഞാൻ സ്മെല്ലാണ്, അവർ എസ് സി അല്ലേ, അവർക്ക് എങ്ങനെ എൻ്റെ ജാതി അറിയാൻ പറ്റി, അവർ എസ് സി അല്ലേ, അവരെ എടുക്കണ്ട എന്നിങ്ങനെ പറഞ്ഞു തന്നു. അപ്പോൾ അതുകൊണ്ട് അവർ അവരെ സാറ് നിങ്ങൾ എസ് സി ആയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല, രക്ഷാകർത്താവും പറഞ്ഞുകൊണ്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഏത് രക്ഷാകർത്താവാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ഈ സാറ് ഒന്നും മിണ്ടാതെ അങ്ങ് മാറിപ്പോയി. വിവരങ്ങളുമായി ദേവൻ എംപിയാണ് ചെയ്യുന്നത്. ദേവൻ, കേരളത്തിൽ വീണ്ടും ഒരു ജാതി അധിക്ഷേപ വാർത്ത കൂടി എത്തുകയാണ്. വളരെ വിചിത്രമായി തോന്നുന്നു. എന്തൊക്കെയാണ് ഈ ആയ എന്ന് പറയുന്ന സ്ത്രീ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ? ഒരു പ്രതീക്ഷിക്കാത്ത വാർത്ത തന്നെയാണ്. പ്രത്യേകിച്ചും ഒരു സ്കൂളിൽ നിന്നും, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നുമാണ് ഇത്തരത്തിലൊരു ജാതി അധിക്ഷേപത്തിന്റെ വാർത്ത പുറത്തു വരുന്നത്, അല്ലെങ്കിൽ അത്തരം ഒരു ആരോപണം അവിടുത്തെ ഒരു ജോലിക്കാരി തന്നെ ഉന്നയിക്കുന്നതും. തിരുവനന്തപുരം ഊരൂർട്ടമ്പലത്തുള്ള ശ്രീ സരസ്വതി വിദ്യാലയത്തിലാണ് ഇത്തരത്തിലൊരു ജാതി അധിക്ഷേപം നടന്നതായി പരാതി ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അവിടെ ആയയായി ജോലി ചെയ്യുന്ന ജയശ്രീ എന്ന് പറയുന്ന സ്ത്രീക്കാണ് ഇത്തരത്തിൽ ജാതി അധിക്ഷേപം നേരിട്ടത്. അവിടെ സ്കൂളിലെ തന്നെ സ്കൂൾ ബസിന്റെ കോർഡിനേറ്ററായി ജോലി ചെയ്യുന്ന അഭിലാഷ് എന്ന വ്യക്തിയിൽ നിന്നുമാണ് തനിക്ക് ജാതി അധിക്ഷേപം നേരിട്ടതായി അവർ പരാതിയിൽ ഉന്നയിക്കുന്നത്. ഈ സ്കൂൾ കുട്ടികളുമായി പോകുന്ന ഈ വാഹനത്തിൽ ആയ കൂടി സഞ്ചരിക്കാറുണ്ട്. അങ്ങനെ ഇവർ കൂടെ ഉള്ളത് ചില രക്ഷിതാക്കൾ അത് മോശമായി ചൂണ്ടിക്കാട്ടിയെന്നും അങ്ങനെ തന്റെ ദുർഗന്ധം അത് കുട്ടികൾക്ക് മടുപ്പുളവാക്കുന്നു, അല്ലെങ്കിൽ കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് രക്ഷകർത്താക്കൾ പരാതി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അഭിലാഷ് ഇത്തരത്തിൽ ജയശ്രീയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് ജയശ്രീ ഉടൻ തന്നെ സ്കൂൾ മാനേജ്മെന്റ്, പ്രിൻസിപ്പൽ അടക്കമുള്ള അവിടുത്തെ ബന്ധപ്പെട്ട അധികാരികളോട് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നും ഒരു അനുകൂലമായിട്ടുള്ള നടപടിയല്ല ഉണ്ടായിരിക്കുന്നതെന്നാണ് ജയശ്രീയുടെ പരാതിയിൽ പറയുന്നത്. മാത്രമല്ല പിന്നീട് തനിക്ക് അവിടെ തുടർന്ന് ജോലി ചെയ്യാൻ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കുകയും അതിൽ മനംനൊന്നുകൊണ്ട് ജോലി തന്നെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നുവെന്നാണ് ജയശ്രീയുടെ പരാതിയിൽ പറയുന്നത്. നിലവിൽ പക്ഷേ ഇത് സംബന്ധിച്ച് അവർ മാറാനല്ലൂർ പോലീസിൽ അവരിപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ അതിന്റെ നടപടികൾ, എഫ്ഐആർ ഇടുന്നതടക്കമുള്ള നടപടികൾ ഉടൻ തന്നെ പൂർത്തിയാക്കുമെന്നാണ് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ മാറാനല്ലൂർ പോലീസിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇത് സംബന്ധിച്ച് സ്കൂൾ മാനേജ്മെന്റ് ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന മറ്റൊരു വിശദീകരണം, ഏതെങ്കിലും തരത്തിൽ ഈ പുറത്തുവന്ന വാർത്തകൾ പോലെ, അല്ലെങ്കിൽ അവർ ഉന്നയിച്ച പരാതി പോലെ ഏതെങ്കിലും തരത്തിലൊരു ജാതി അധിക്ഷേപം അവിടെ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് ശ്രീ സരസ്വതി വിദ്യാലയം CBSE സ്കൂളിന്റെ മാനേജ്മെന്റ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇതിന് പിന്നിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള സംശയം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും മാനേജ്മെന്റ് ഈ ആരോപണത്തെ, അല്ലെങ്കിൽ ജാതി അധിക്ഷേപം എന്നുള്ള പരാതിയെ പൂർണ്ണമായും തള്ളിക്കളയുന്നുണ്ട്. പക്ഷേ അതേസമയം ഈ ജാതി അധിക്ഷേപം നേരിട്ട ജയശ്രീ പരാതിയുമായി മുന്നോട്ട് പോകുന്നു. അവർ ഇപ്പോൾ മാറാനല്ലൂർ പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട്. അഞ്ജലി.